നമസ്കാരം. ഗീതമ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചെമ്മീൻ ഫ്രൈ ആണ്. അതിനുവേണ്ടി ഞാനൊരു 1/2 കിലോ പൂവാലൻ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പൂവാലൻ ചെമ്മീനാണിത്. തീരെ ചെറുതല്ല, ഒരു മീഡിയം സൈസ് പൂവാലൻ ചെമ്മീൻ. അപ്പോൾ എല്ലാവർക്കും അറിയാം, ചെമ്മീൻ പലതരമുണ്ട്. നാരനുണ്ട്, കരിക്കാടിയുണ്ട്, ടൈഗർ പ്രോൺസ് ഉണ്ട്, പിന്നെ ഈ പൂവാലൻ ചെമ്മീനുണ്ട്, പിന്നെ വലിയ കൊഞ്ചുണ്ട്, പലതരം ചെമ്മീനുണ്ട്, പിന്നെ നമ്മുടെ ആറ്റു കൊഞ്ചുണ്ട്. അങ്ങനെ പക്ഷേ അതിലെനിക്ക് ഏറ്റവും രുചിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു മാതിരി വലിയ നാരൻ ചെമ്മീനാണ്. അതാണ് ഈ ഫ്രൈക്ക് ഏറ്റവും നല്ലത്. അപ്പം പക്ഷേ എനിക്കിന്ന് കിട്ടിയത് ഈ പൂവാലനാണ്, ഒരു മീഡിയം സൈസ് പൂവാലനാണ്. അപ്പോൾ അത് ഞാനൊരു 1/2 കിലോ കഴുകി വൃത്തിയാക്കി ഒരു ചരുവത്തിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് എടുക്കണം. ഈ കുറച്ച് മസാലയൊക്കെ ചേർത്ത്, ഒരുപാട് മസാലയൊന്നും ചെമ്മീനകത്ത് ചേർക്കേണ്ട കാര്യമില്ല. ചെമ്മീൻ്റെ അകത്ത് വെറുതെ എരിവിന് വേണ്ടി നല്ല എരിവുള്ള 2 സ്പൂൺ മുളക് പൊടിയും ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും. എരിവും ഉപ്പുമാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ആ ചെമ്മീന് സ്വതസിദ്ധമായ ആ രുചിയുണ്ടല്ലോ, അതാണ് മെയിൻ. പിന്നെ ഇതിനകത്തൊന്ന് വെള്ളം നല്ലപോലെ പ്രസ് ചെയ്ത് കളഞ്ഞിട്ടാണ് ഈ ചെമ്മീൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒരു സ്പൂൺ 1-1.5 സ്പൂൺ വെളിച്ചെണ്ണ മതി. എന്നിട്ട് അത് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മസാലയൊക്കെ ആ ചെമ്മീനിലൊക്കെ നല്ലോണം പിടിക്കത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി അതൊരു 10 മിനിറ്റ് അവിടെ വെക്കുക. 10 മിനിറ്റ് കൊണ്ട് ആ ഉപ്പൊക്കെ ഒന്ന് അതിൽ പിടിക്കും, ഉപ്പ് എരിവൊക്കെ ഒന്ന് പിടിക്കട്ടെ. പിന്നെ അതിനകത്ത് വേറെയും കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട്. മസാലയല്ല, ഒരു സബോള, വലിയൊരു സബോള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു വലിയൊരു ഉണ്ട വെളുത്തുള്ളി, അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞതാണ്, പിന്നെ ഒരു 2 പീസ് കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില, അത് അത്രയും കൂടെ ചേർത്താണ് നമ്മൾ ഈ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നത്. അതിൽ മെയിനായിട്ട് ആ രുചി കിട്ടേണ്ടത് ഈ വെളുത്തുള്ളിയുടെ രുചിയാണ്. അത് ആ ചെമ്മീൻ്റെ ടേസ്റ്റുമായിട്ട് നല്ല ബ്ലെൻഡാകും ആ വെളുത്തുള്ളിയുടെ രുചി. അതാണ് ഇതിൻ്റെ ആ ഒരു പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞത്. ഒരു പ്രത്യേക രീതിയിലുള്ള ഫ്രൈ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റ് ആ ചെമ്മീൻ അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്കതെടുത്ത് ഫ്രൈ ചെയ്യാം. പിന്നെ ഞാനിപ്പം 10 മിനിറ്റ് കഴിഞ്ഞു. ഞാനൊരു ഫ്രൈയിങ് പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒരുപാട് വേണ്ട, ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാൻ മതി. ഡീപ്പ് ഫ്രൈക്ക് മാത്രം വെളിച്ചെണ്ണ ഒഴിക്കണ്ട. പിന്നെ നമ്മൾ ആ ചെമ്മീൻ്റെ അകത്തും കുറച്ച് വെളിച്ചെണ്ണ ചേർത്തായിരുന്നല്ലോ. അങ്ങനെ ആ ചെമ്മീൻ അത് ഇട്ട് നിരത്തി വെച്ച് കൊടുക്കുക. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. അതാരും മറന്നു പോകരുത് കേട്ടോ. കാര്യം നിങ്ങളുടെ പ്രോത്സാഹനം എനിക്കൊരു വലിയ ബലമാണ്. അപ്പോൾ ആ ചെമ്മീനെല്ലാം നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ചെമ്മീൻ്റെ അകത്തുനിന്ന് വെള്ളം ഇങ്ങോട്ട് ഇറങ്ങും. നമ്മളിപ്പോൾ വെള്ളമെല്ലാം ഞെക്കിപ്പൊഴിഞ്ഞ് വെച്ചെങ്കിലും ചെമ്മീൻ്റെ അകത്ത് ധാരാളം ജലാംശമുണ്ട്. ഇനി ഇടയ്ക്ക് ഈ ചെമ്മീനൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ തന്നെ ആ വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വെച്ചതിനേക്കാളും കൂടുതൽ വെള്ളം ഇപ്പോൾ അതിലുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് ആ കറിവേപ്പിലയും സവോളയും ആദ്യം ഇട്ട് കൊടുക്കാം. ആ സവോള അത്രയും ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അപ്പോൾ ആ ഫ്രൈക്കകത്ത് ഒരു അല്പം ജ്യൂസി ആയിട്ടും അല്പം ക്രീമി ആയിട്ടും ഒക്കെ കിട്ടും. അല്ലാതെ തീരെ അങ്ങ് ഉണങ്ങിയിരിക്കുകയില്ല. പിന്നെ ചെമ്മീനാണേലും ഒരുപാട് വേവില്ല. ചെമ്മീൻ പെട്ടെന്ന് വേകുന്ന ഒരു ഐറ്റമാണ്. കൂടുതൽ കിടന്ന് വേകും തോറും ചെമ്മീൻ കട്ടിയാകും, കല്ലിച്ച് വരത്തേ ഉള്ളൂ. അതുകൊണ്ട് ആ ചെമ്മീനൊക്കെ ആ ജസ്റ്റ് അങ്ങോട്ട് വേകുക മാത്രമേ ആകാവൂ. കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോയി. ഇതിപ്പോൾ ആ ചെമ്മീനും സവോളയും എല്ലാം കൂടെ പെട്ടെന്ന് തന്നെ അങ്ങ് വേകും. അത് നമ്മളിനി അടച്ച് വെക്കണ്ട. അടച്ച് വെച്ചാൽ അത് കണ്ടമാനം കുക്കായി പോകും. അടച്ച് വെക്കാതെ തന്നെ ആ വെള്ളം വറ്റിച്ചാൽ മതി. ഇപ്പോഴേ ആ വെള്ളം നല്ലോണം വറ്റിയിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ആ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കാര്യം വെളുത്തുള്ളി ലാസ്റ്റ് ഇട്ടാലേ ആ വെളുത്തുള്ളിയുടെ ഒരു ഭയങ്കര ഒരു ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ വെളുത്തുള്ളിയുടെ.
ആ ചെമ്മീനുമായിട്ട് നല്ല ബ്ലെൻഡാകും ആ ടേസ്റ്റ്. ആ വെളുത്തുള്ളി ഇടുമ്പോഴാണ് ആ ചെമ്മീൻ ശരിക്കും ഒരു ഗാർലിക് ചിക്കൻ എന്ന് പറയാം. അതുപോലെ വെളുത്തുള്ളി ഇച്ചിരി കൂടുതൽ വേണം താനും. ഒരു ഗാർലിക് ചിക്കൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഗാർലിക്കും ഗാർലിക് ചിക്കനല്ല, ഗാർലിക് ചെമ്മീൻ. ഗാർലിക്കും ചെമ്മീനുമായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. ഇപ്പോൾ അത് വേണമെങ്കിൽ ഇപ്പം നമുക്ക് കഴിക്കാം. കാര്യം അത് ഒരു ജ്യൂസി ആയിട്ടോ ക്രീമി ആയിട്ടോ ഒക്കെ കഴിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇപ്പം ഇത്രയും കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് ചോറിനോ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ ഒക്കെ ഇത് നല്ലതാണ് ഈ കറി, ഈ ഇത്രയും ജ്യൂസി ആയിട്ടുള്ളത്. പിന്നെ കുറച്ചുകൂടെ ഞാനിപ്പോൾ എന്തായാലും കുറച്ചുകൂടെ വറ്റിച്ച് ഒരല്പം എണ്ണ തെളിയുന്ന പരുവത്തിലെടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരല്പം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്താൽ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ഇപ്പോൾ ദേ എണ്ണ നല്ലോണം വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു നല്ല പാകമായി. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുവാണേ. അപ്പോൾ ഇത് കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, താങ്ക് യു.